യുവേഫ നാഷൻസ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ഫ്രാൻസ്. ആദ്യ മത്സരത്തിൽ ഇറ്റലിയോട് പരാജയപ്പെട്ട ഫ്രാൻസ് എതിരില്ലാത്ത 2 ഗോളുടെ ബെൽജിയത്തെ പരാജയപ്പെടുത്തി. ഇറ്റലിക്കെതിരായ മത്സരത്തിൽ ഇറങ്ങിയ 8 പേരെ മാറ്റിയാണ് ഫ്രാൻസിനെ ദ്വിതീയ ദശം കളത്തിലിറക്കിയത്. കിലിയൻ എംബാപ്പയെ അടക്കം ബെഞ്ചിലിരുത്തിയപ്പോൾ ഒസ്മാൻ ഡെമ്പലെ, കോളോ മുവാനി, മാർക്കസ് തുറാം എന്നിവർ മുന്നേറ്റത്തിലെത്തി. തുടക്കത്തിൽ ബെൽജിയം നിറഞ്ഞു കളിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ അവർക്ക് സാധിച്ചില്ല. മത്സരത്തിന്റെ 29-ാം മിനിറ്റിൽ ഫ്രാൻസ് മുന്നിലെത്തി. ഡെമ്പലയുടെ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടപ്പോൾ റീബൗണ്ടിൽ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ കോളോ മുവാനി പന്ത് വലയിലെത്തിച്ചു. 57-ാം മിനിറ്റിൽ എൻഗോളോ കാനയുടെ അസിസ്റ്റിൽ പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ തകർപ്പൻ ഇടങ്കാലൻ ഷോട്ടിലൂടെ ഡെമ്പലെ ഫ്രാൻസിന്റെ ലീഡ് ഇരട്ടിയാക്കി. പിന്നാലെ ബെൽജിയം 1-2 അവസരങ്ങൾ തുറന്നെടുത്തുവെങ്കിലും ഗോൾ കീപ്പറെ മറികടക്കാനായില്ല. 67-ാം മിനിറ്റിൽ കോളോ മുവാനിക്ക് പകരക്കാരനായി എംബാപ്പെ കളത്തിലെത്തിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. പന്തടക്കത്തിലും ബെൽജിയം മികച്ചു നിന്നുവെങ്കിലും അവസരമൊരുക്കുന്നതിൽ ഫ്രാൻസ് മുന്നിലായിരുന്നു. 25 ഷോട്ടുകളാണ് ആകെ ഫ്രാൻസ് തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. ബെൽജിയം മത്സരത്തിൽ 9 ഷോട്ടുകളാകെ തൊടുത്തപ്പോൾ 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഇറ്റലി 1-നെതിരെ 2 ഗോളിന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഡേവിഡ് ഫ്രറ്റേസിയും മോയ്സ്കീനുമാണ് ഇറ്റലിക്കായി ലക്ഷ്യം കണ്ടത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.